ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വലിയ രീതിയിൽ നടപടികളൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായിട്ട് തന്നെ ആ നടപടികളൊക്കെ മുൻപോട്ട് പോകുന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. അത്തരത്തിലൊന്നിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വീണ്ടും വകുപ്പുതല നടപടിയുമായി സംസ്ഥാന സർക്കാർ. അനർഹമായി പെൻഷൻ കൈപ്പറ്റിയ കൃഷി വകുപ്പിലെ 29 ജീവനക്കാർക്ക് സസ്പെൻഷൻ ഉത്തരവിറങ്ങി. കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം ഈടാക്കും. സാമൂഹ്യക്ഷേമ തട്ടിപ്പിൽ മണ്ണു സംരക്ഷണ വകുപ്പിലായിരുന്നു ആദ്യ നടപടി സ്വീകരിച്ചത്. പിന്നാലെയാണ് അനർഹമായി പെൻഷൻ കൈപ്പറ്റിയ കൃഷി വകുപ്പിലെ ജീവനക്കാർക്കെതിരെയും വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വകുപ്പിലെ 29 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഉത്തരവിറങ്ങിയത്. അനധികൃതമായി ഇവർ കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരിച്ചുപിടിക്കാനും സർക്കാർ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് വകുപ്പ് ഉത്തരവിറക്കി. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്കെതിരെ മറ്റ് വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുക. 1458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നതായാണ് ധനവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. വിവിധ വകുപ്പുകളിലെ ജീവനക്കാരാണ് ഈ പട്ടികയിലുള്ളത്. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി മന്ത്രിമാരുടെ പ്രത്യേക യോഗം വിളിച്ച് പെൻഷൻ തട്ടിപ്പിൽ ജീവനക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ച് മുന്നോട്ടു പോകാനും നിർദ്ദേശിച്ചത്. പിന്നാലെ വകുപ്പ് തല പരിശോധനയ്ക്കും നടപടികളിലേക്കും ഓരോ വകുപ്പും കടക്കുകയായിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.